പാക്കിൽ നിന്നാ വിളിച്ചെങ്കിൽ പള്ളംപാക്കില് അവിടെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നീ നിർത്തും. കുമ്പനാട്ടിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ കുമ്പനാട് പ്രശ്നം മുഴുവൻ പ്രശ്നമാ. അവിടെ എന്തേലും കൊന്ത്രാക്കൊള്ളി വരുമ്പോൾ നീ പണി നിർത്തും. അങ്ങ് പുനലൂരിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിലേ ഇപ്പം പറന്തല്ലോട്ടാക്കി അവിടെ എന്തേലും വൈതരണി വന്നാൽ നീ അന്ന് നിർത്തും. തിരുവല്ല ടൗണിലേ ഏതാ ഷാരോൺ എന്നുള്ളൊരാൾ പറഞ്ഞിപ്പോൾ ഓണായി കിടക്കുന്നത് ഷാരോനേ ഉള്ളെന്ന്, ബാക്കിയെല്ലാം ഓഫാ. ചർച്ച് ഓഫായി. അസംബ്ലീസ് ഓഫ് അത് ഓഫായെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഓണായി കിടക്കുന്നത് ഷാരോൺ, അത് മാത്രമോ ഇപ്പം ആട്ടെ എന്തേലും ആട്ടെ. അപ്പൊ ഈ തിരുവല്ല ഷാരോനിൽ നിന്നാ വിളിച്ചതെങ്കിൽ ഷാരോനിൽ എന്തേലും കൊന്ത്രാക്കൊള്ളി വന്നാൽ നീ പണി നിർത്തും. അടയാറിൽ നിന്നാ വിളിച്ചെങ്കിൽ ഏതാ അടയാറായി, ഇപ്പൊ അടയാറല്ല ഇരുമ്പല്ലൂരാ. അവിടുന്നാ വിളിച്ചെങ്കിൽ അവിടെ എന്തേലും പ്രശ്നം വന്നാൽ നീ അന്നേരം നിർത്തും. ഇത് അല്ല അന്ത്യോക്യയിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ അന്ത്യോക്യയിൽ എന്തെങ്കിലും ഇപ്പം പ്രശ്നമാണല്ലോ, കാണുന്നുണ്ടല്ലോ ന്യൂസ്. ഇവരംഗീകരിക്കുന്നില്ല, മറ്റവരംഗീകരിക്കുന്നില്ല. അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് കുറേ എണ്ണം അങ്ങോട്ട്, എല്ലായിടത്തും പ്രശ്നമാണ്. അവിടെ പ്രശ്നം വരുമ്പോൾ നീ പണി നിർത്തും. വത്തിക്കാനിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ വത്തിക്കാനി പ്രശ്നം വന്നാൽ നീ പണി നിർത്തും. സ്തോത്രം. ദേവലോകത്തിൽ നിന്ന് വിളിച്ചാൽ ഏതാ പണ്ടൊരുത്തൻ ബോർഡ് കണ്ട് ദേവലോകം ചാടി കയറി. ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പാ. എവിടാ ദേവലോകം? 2000 രൂപ. അന്ന് ടിക്കറ്റിന് 2.5. അവന് ബസ്സിലങ്ങ് ഇരുന്നില്ല, ദേവലോകം കണ്ടു പോവുക. തിരിച്ചു കൊണ്ട് കഞ്ഞിക്കൂടി ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു അതിനാ ഞാൻ ദേവലോകമൊക്കെ കഴിഞ്ഞടാ. എവിടെ നീ കണ്ടില്ലേ ദേവലോകം? എവിടെ? എടാ കഞ്ഞിക്കുടി അങ്ങോട്ട് ഇടത്തോട്ട് കയറി മുന്നോട്ട് ചെന്നപ്പോൾ ടേണിങ് ഇറക്കവും റബ്ബർ തോട്ടോ അതിൻ്റെ അപ്പുറം ആ ദേവലോകം. യോ അപ്പൊ അവനും ചിന്തിച്ചെന്നാ 2.5 രൂപയ്ക്ക് ദേവലോകം കാണാമല്ലോ. അവനാ കൂടെ കണ്ടത് കുറച്ച് റബ്ബർ തോട്ടം കണ്ടു. അല്ല ഞാൻ വിവരിക്കുന്നില്ല. ദേവലോകത്തിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ ഇതൊക്കെ ഉണ്ട്. അതാ ഇതിൻ്റെ ഒരു നമ്മൾക്കൊരു ഉത്സാഹം തരുന്നതാ. അവൻ പറഞ്ഞത് വെച്ച് കത്തിച്ചോളാനായി പറഞ്ഞു വെച്ച് പോയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് 10 നിർത്തുള്ളൂ. ചിലപ്പോൾ അവൻ ഒന്നുകൂടെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളോ ഒരു സ്വോത്രം പറയുന്നില്ല അവനേലും. അപ്പൊ ശ്രദ്ധിച്ചേ, ദേവലോകത്തിൽ നിന്നാ നിന്നെ വിളിച്ചെങ്കിൽ ദേവലോകത്ത് പ്രശ്നം വന്നാൽ നീ നിർത്തും. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു സംഘടനയോ ഒരു വ്യക്തിയോ ഒരു അവൻ സമൂഹമല്ല നിന്നെ വിളിച്ചത്. നിന്നെ സുവിശേഷം അറിയിക്കാൻ വിളിച്ചത് ദൈവം വിളിച്ചതാ. ഈ ബോധ്യത്തോടെ വേണം ഇത് പറയാൻ. ദൈവം വിളിച്ചതാണ്. ദൈവം വിളിച്ചാൽ ആരും ഉണ്ടേലും കൊള്ളാം ഇല്ലേലും കൊള്ളാം. രാവിലെ എൻ്റെ ഭാഷയാ, രാവിലെ പരിപാടി തുടങ്ങും. ഇത് എല്ലാവരും സുവിശേഷം എന്തോ തരും. ഒരു മാസം ഞാൻ ഇന്ന് എന്തോ തരും. നീ ഇറങ്ങാതിരിക്കുന്നതാ നല്ലത്. നീ വേറെ എടാ നിന്നെ ദൈവം വിളിച്ചതാ. ഒരു വഴി അടഞ്ഞാൽ 9 വഴി ദൈവം തുറക്കും. പാറമേൽ സർപ്പത്തിന്റെ വഴി നിനക്കറിയാമോ? കാട്ടാടുകട പ്രസവകാലം നിനക്കറിയാമോ? അവൻ അറിയാതിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴി എനിക്ക് നിനക്കും അറിയത്തില്ല. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള ദൈവം നിനക്ക് വഴിയൊരുക്കും. ആട്ടെ വിവരിക്കുന്നില്ല മോനെ, സമയം പറയണ്ടല്ലേ, ഞാനങ്ങ് നിന്ന് പറയും. എന്തുവാ? ആട്ടെ ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, പെട്ടെന്ന് നിർത്താം. കർത്താവിന് മഹത്വം. ചിലര് 8:45 ചപ്പാത്തി കഴിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇന്ന് ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചാൽ മതി. 9 ഇന്ന് ഒരു കുഴപ്പവും വരികയല്ല. ഇത് വചനമാ. നിന്റെ അസ്ഥിക്കകത്ത് മജ്ജയ്ക്കകത്ത് കയറി ക്രിയ ചെയ്യും. രോഗമുള്ള ഭാഗത്ത് ഈ വചനമെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. ദൈവത്തിന് മഹത്വം. സന്തോഷത്തോടെ ഇതങ്ങ് കേട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെങ്ങനെ അറിയിക്കേണ്ടത്? 1, ദൈവമാണ് എന്നെ വിളിച്ചത്. 2, അതുകൂടെ പറഞ്ഞ ആ ഭാഗം വേണം. 2, ഇത് അറിയിക്കുമ്പം അഭിമാനത്തോടെ അറിയിക്കണം. വായിച്ചേ, റോമാലേഖനം
15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവെടുത്ത് വായിച്ച്. റോമാലേഖനം 15:21. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. കണ്ടോ, സുവിശേഷം അറിയിക്കാൻ അഭിമാനിക്കുന്നത്. അയ്യോ പ്രിയരെ, ഇത് അഭിമാനത്തോടെ പറയണം. ആരെയും കാണുമ്പോ നീ ചൂളരുതെന്നായി പറഞ്ഞ എന്റെ അർത്ഥം. ഇതൊരു വാർഡ് മെമ്പറെ കണ്ട ഉടനെ അവനങ്ങ് ചൂള്. നീ പണിക്ക് ഇറങ്ങാതിരിക്കുന്ന നല്ലത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്നേ പിന്നെ പറയുകയും വേണ്ട. MLA-യോ MP-യോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നിന്ന് ആലിന് തുള്ളും പോലെ എടാ പൊട്ടം കണാപ്പാ. മന്ത്രിയോടും തന്ത്രിയോടും അല്ല, അവരോടാ ഇപ്പൊ പറയേണ്ടത്. ഇത് മന്ത്രിയോടും പറയണം, തന്ത്രിയോടും പറയണം, ഉന്നത പോലീസ് അധികാരികളോടും പറയാ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവர்களுമായിട്ട് സംസാരിപ്പാൻ അവസരം കിട്ടിയാൽ ആ മാന്യദേഹത്തോട് സംസാരിക്കുക. ഈ സുവിശേഷം അല്ല, കേരള മുഖ്യമന്ത്രി ഇപ്പോൾ ഇനി 4-ാം തീയതി അറിയാം ആരാണ്. ആരേലും വരട്ടെ, നമുക്ക് തന്നെ ആര് വന്നാൽ വരുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതാ നമ്മളെ ഏൽപ്പിച്ചതാണാ. നമ്മുടെ ആൾക്കാർ പറയാം നമുക്കും വേണമെന്ന് MLA MP. 4 കുടുംബം ഉള്ളതിനെ ഭരിക്കാൻ അറിയാൻ മേല. 3 കുടുംബം, ഒരു അരക്കുടുംബം നടക്കാൻ മേലാത്തൊരു തള്ള. ഈ 7 എണ്ണത്തിന് വെച്ചാ നമ്മൾ പറഞ്ഞത് തീ കത്തിക്കാ എന്നിൽ. ഈ തള്ള ഇനി എന്നാ കത്താനാ? ഈ 4, 3, 7 എണ്ണത്തിന് ചൊവ്വനെ ഭരിക്കാൻ അറിയാൻ മേലാത്ത ആളാ. ഇനി പറയുന്നില്ല ഞാൻ. എന്നെ നിന്നെ ഏൽപ്പിച്ചത് നാട് ഭരിക്കാനല്ല. അവൻ സ്തോത്രം ഏൽപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഒരു വാർഡിൽ പാർക്കുമ്പോൾ വാർഡ് മെമ്പറിന് വേണ്ടി പ്രാർത്ഥിക്കണം, പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ താലൂക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ആര് ഭരിച്ചോട്ടെ, നമുക്ക് തന്നെ. ഇതുവരെ 10 വർഷത്തെ ആണ്ട് ഭരണം പൂർത്തീകരിക്കാൻ പോവുക പിണറായി വിജയൻ. ഇനി ഭരിക്കട്ടെ. അതല്ല ഇനി മറുവശം അവിടെ ഇപ്പം ആരാന്ന് തർക്കത്തിൽ കിടക്കുക. അതുകൊണ്ട് ഞാൻ ഇന്നയാളാന്ന് പറയുന്നില്ല. എല്ലാവരും ഷർട്ട് തയ്പ്പിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും തേച്ചും വെച്ചിരിക്കുക. നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ആരേലും വരട്ടെ. അല്ല, ഇനി ആ ഭാഗത്ത് നിന്ന് ഇപ്പം 3-4 പേരുടെ പേരൊക്കെ ആ ന്യൂസിലൊക്കെ സതീശൻ വരുന്നെന്ന് പറയുന്നു, ചെന്നിത്തല വരുന്നെന്ന് പറയുന്നു, വേണുഗോപാൽ ഇടയ്ക്ക് കേട്ട് പെണ്ണുങ്ങളെയും കൂടെ ആക്കാൻ പോവാന്ന്. ആരേലും വരട്ടെ, ആര് വന്നാലും വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ല ഇനി കേരളത്തിൽ BJP ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെന്നേ, നമുക്കെന്നാ. ദൈവം അറിയാതെ ഇവിടെ ആരും ഭരിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്ക്. ചെറുക്കങ്ങ് വെപ്രാളമായി. ഇന്ന് ആര് വന്നാലും രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാ. ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും കൊള്ളാം, BJP ഭരിച്ചാലും കൊള്ളാം, ആര് ഭരിച്ചാലും കൊള്ളാം. ഇനി മമതാ ബാനർജി വന്ന് ഭരിക്കട്ടെ, അല്ലെങ്കിൽ മായാവതി വരട്ടെ, ആരേലും വരട്ടെ. നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആര് ഭരിച്ചാലും ഒരു കാര്യം പറയാം, അറിയാമല്ലോ, ഈ പുസ്തകം പറയുന്നത് ഇവിടെ ശരിയാകുകയല്ല. ആര് വരും അങ്ങനെ വേദപുസ്തകം അങ്ങനെ പറയാനേ. പിന്നെ കുറേയൊക്കെ തത്തിയും കൂട്ടിയും ഞങ്ങളുടെ ഒരു തള്ള പറമ്പില്ല തത്തിയും പൊത്തിയൊക്കെ പോകാം. പക്ഷേ ഇനി ഒരു ഭരണം അത് യേശുക്രിസ്തു ഭരിക്കും. ഇതുവരെ പരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ പരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് ഇസങ്ങളിപ്പാരിലില്ല ഈശനിപ്പാരിടം ഭരിച്ചിടുമ്പോൾ യേശു ഭരിക്കും. അന്ന് ഒരു ഇസവുമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം, ഒരു ഇസവും ഇല്ല. യേശു ഭരിക്കുമ്പോ ഇസങ്ങളിപ്പാരിലില്ല ഈശനിപ്പാരിടം ഭരിച്ചിടുമ്പോൾ അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലേമിൻ അനുഭവമാ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. നല്ല പാട്ടാ, വേട്ടമല എഴുതിയതാ, പാടാൻ നേരമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ട് ആര് വേണേലും 4-ാം തീയതി അറിയാൻ പോവാം. ആര് വേണേലും ഭരിക്കട്ടെ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്നാണെന്നറിയാമോ? ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാജ്യം നശിക്കരുത്.
ഭീകരപ്രവർത്തനം ഒന്നും ഉണ്ടാകരുത്. ഈ ദേശത്തെ നശിപ്പിക്കരുത്. നമ്മുടെ ഈ കേരളം എന്ത് നല്ല നല്ല സ്ഥലമാണ് കേരളം. ചില അവന്മാർ അമേരിക്കയിലും കാനഡയിലും പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കേരളം അവന്മാർക്ക് ഇഷ്ടപ്പെടുകയല്ല. അവനെ എല്ലാം നല്ലേ. ഒരാഴ്ച എങ്ങാണ്ട് പോയിച്ച് ഇങ്ങോട്ട് വന്നാൽ അവനിവിടെ ഒന്നും അങ്ങോട്ട് എനിക്കിങ്ങനെ പറയുന്നവന്മാരെ ഇഷ്ടമല്ല. അവിടെ കണ്ട് 2 അറബിയെ കണ്ടുവെച്ചുകൊണ്ടെന്നെ പണ്ടൊരുത്തൻ ഒരാഴ്ച കളിപ്പിൽ പോയിച്ച് തിരിച്ചു വന്ന് ചോദിച്ചു, ഈ കായ എന്നതാന്ന് തെങ്ങയെ ചൂണ്ടിക്കൊണ്ട്, ഈ കായ എന്നാന്ന്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എടാ നീ വണ്ടി ഇത് മോട്ടിക്കാൻ കയറിയാനല്ലേടാ ബോംബെ ചാടിയത്. അവിടെ നിന്നല്ലേ നീ വള്ളത്തെ കയറി ലോഞ്ചെന്നാ പറയുന്നത്, വള്ളത്തെ കയറി പോയി. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ കായ എന്നാന്ന് അറിയാൻ മേലല്ലയോ? അല്ല, അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്. പണ്ട് ഞങ്ങളുടെ ഒരുത്തനെ തമിഴ്നാട്ടിൽ ഒരാഴ്ച പോയി. ഒരാഴ്ച തമിഴ്നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം അവൻ്റെ അമ്മ രാത്രി ചോറ് കൊടുത്തപ്പം ഒഴിച്ചു കൂട്ടാനും ഉണ്ട്, ഒന്നേ ഉള്ളൊരു കൂട്ടാൻ ഉണ്ട്. അവൻ ചോദിക്കുക, തായേ എന്നെ കുളമ്പ. ഒരാഴ്ച തമിഴ്നാട്ടിൽ പോയാനാ, തായേ എന്നെ കുളമ്പ. തള്ള പറഞ്ഞ് മീൻചാറ് കോരുന്നതിൻ്റെ കണ്ണിലൊഴിക്കുമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് വർത്താനം പറയടാ. ഉടനെ അവൻ പറയാം, അമ്മച്ചി ഇച്ചിരി മീൻചാറ് കൂടെ തരാം. ഒരാഴ്ച തമിഴ്നാട്ടിന് തായേ എന്നെ കുളമ്പാന്ന്. അല്ല, അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്, ഇതിനകത്തും കാണും. തള്ള പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഈ സംസ്ഥാനം എന്ത് നല്ലതാ, ഈ മഹാരാജ്യം ഇന്ത്യ രാജ്യം എന്ത് നല്ലതാ. അതുകൊണ്ട് എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, നീ ഭരിക്കാൻ നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. കാരണം ഭരണം ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ആര് ഭരിച്ചാലും ഭരിക്കുന്നവന്റെ ഉള്ളത്തോട് ദൈവം ഇടപെടുകയല്ലേ? ദൈവം ഇടപെടും. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ സർവജ്ഞനായ ദൈവം അവൻ ഇടപെടുമെന്ന് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അത് മുമ്പോട്ട് ഓടിച്ചു പോകുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇതെങ്ങനെ പറയണം? അഭിമാനത്തോടെ പറയണം സുവിശേഷം. അഭിമാനത്തോടെ. ഇത് അഭിമാനമുള്ളതാ സുവിശേഷം. ആക്ഷേപിക്കുന്നവർ കാണും, കളിയാക്കുന്നവർ കാണും, നിന്ദിക്കുന്നവർ കാണും. അതൊന്നും നിങ്ങൾ ഗണ്യമാക്കരുത്. അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കും. കാരണം പുസ്തകത്തിൽ വാക്കിയ ലോകം യോഗ്യമായിരുന്നില്ലെന്ന. ലോകം അവർക്ക് ആ വേദപുസ്തകം അങ്ങനെ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നിന്ദിക്കുന്നവരും ആക്ഷേപിക്കുന്നവരൊക്കെ കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുവാ? ദൈവമേ, അവരും ഈ അനുഭവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവരും അനുഭവിക്കണം. നമ്മുടെ സന്തോഷം എങ്ങനെ? ആമേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷമാണ്. ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല, ഓടിച്ചു മുമ്പോട്ട് പോകുകയാ. കൃത്യം 10 നിർത്തും. നിങ്ങൾ ഇനിയും ചിന്തിക്കുകയൊന്നും വേണ്ട. സ്തോത്രം. നിർത്തുക. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വ സൃഷ്ടികളും സകല ജാതികളും. എങ്ങനാ ഇത് പറയേണ്ടത്? 2 കാര്യം അവിടെ പറഞ്ഞു. 1, ദൈവമാണ് വിളിച്ചെന്നുള്ള ബോധ്യം വേണം. 2, അഭിമാനത്തോടെ പറയണം. അഭിമാനത്തോടെ. പറയേണ്ട വിധമുണ്ട്. വായിച്ചേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അതിന്റെ രീതി അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-5. അവര് പറഞ്ഞ തെറ്റാവരവാന്നല്ലോ. വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല. നിർത്തിക്കേ. ഞങ്ങളുടെ സുവിശേഷമേ കുറെ വാക്യം മാത്രം അങ്ങ് പറയല്ല. ഏതാ പുസ്തകത്തിൽ നിന്ന് കാണാതെ കുറെ എണ്ണം പഠിച്ച് നോട്ട് ചെയ്തേച്ചേ. കുറെ അത് നല്ലതാ. കുറെ വാക്യം നിന്ന് വിളമ്പുകയല്ല. ചെല്ലു നന്നായിട്ട് വാക്യം പറയും. അയ്യോ, എന്തോ കഴിവാ. നന്നായിട്ട് പറയും. മത്തായി 8:2, 3:4, അടുത്തത് 7:14. ആ 14-ാമത്തെ വാക്യത്തെ 14 പ്രാവശ്യം കീറിയാൽ അതിൻ്റെ ഒരു കീറിനെ 3ആയിട്ട് പകുക്കാം. വായിച്ചാട്ടെ. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന അതെല്ലാം കറക്റ്റുവാ. ഒരു തുള്ളി പോലും തെറ്റുന്നില്ല. എന്നാ ജ്ഞാനമാ. പക്ഷെ പൗലോസ് പറയുക, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കുറെ വാക്യം മാത്രം പറയല്ല. ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങളുടെ വചനം അല്ല മോളെ, ഞങ്ങളുടെ സുവിശേഷം. എന്നാ മോളെ?
കുഴപ്പമില്ല, വായിച്ചോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പുലമ്പുകയല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ. ഇങ്ങനെ പറയണ്ടേ? പറയുമ്പോ ശക്തി ഉണ്ടായിരിക്കണം. ഇത് കേൾക്കുമ്പോഴേ ഉള്ള ശക്തിയും കൂടെ പോവുക. ചിലര് പറഞ്ഞാലേ ഇച്ചിരി ശക്തിയോടാ വന്നിരുന്നത്, കേട്ടപ്പം ഇത് പരിശുദ്ധാത്മാവോടും ശക്തിയോടും നിശ്ചയത്തോടും കൂടെ പറയണം. ഇത് പറയാൻ വരുന്ന ആളും ഇട്ട ഷർട്ട് ഉടയരുത്, അല്ലെ ഇട്ട ജിബ ഉടയരുത്. വയ്യാത്തവരുണ്ട്, ശാരീരിക ക്ഷീണമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അവരുടെ കാര്യമല്ല പറഞ്ഞു. ശാരീരിക ക്ഷീണത്തോടെ തന്നെ ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ട്. അവർക്ക് ചിലപ്പം ഒത്തന്ന് വരിക, ഒരു കുഴപ്പമില്ലാതെ പണ്ടൊരു തള്ള പറഞ്ഞ പോലെ 2 അരിയുടെ ചോറ് തിന്നേച്ച നീയെ അതിനടുത്ത് കൂട്ടാനും എല്ലാം വെട്ടി വിഴുങ്ങി ഷുഗർ ആന്നേലും ഒറ്റ ഐസ്ക്രീം വിടുകയല്ല. ഇതെല്ലാം നല്ല പെരുക്കി വെച്ച് പറയാം, അനങ്ങാൻ മേലെന്ന്. ഇത് അറിയിക്കേണ്ടത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. ഇങ്ങനെ സുവിശേഷം അറിയിക്കേണ്ടത്. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ? എല്ലാവരും രക്ഷപ്പെടാൻ. ആര് കേൾക്കണം? എല്ലാ സൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. ഈ എങ്ങനെ പറയണം? അഭിമാനത്തോട് പറയണം, ദൈവം വിളിച്ചെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം, ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. ആട്ടെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. അത് പറയാതിരിക്കാനൊക്കത്തില്ല, വെള്ളാപ്പള്ളിയല്ലേ, പറയാതിരിക്കാനൊക്കത്തില്ല. വന്ന പലരെയും ഞാൻ കണ്ടു, അതുകൊണ്ട് പറയാതിരിക്കാനൊക്കത്തില്ല. ഈ സുവിശേഷം കേട്ടവരും അംഗീകരിച്ചവരും ഇത് അറിഞ്ഞവരും ഇത് പറയുന്നവരും എങ്ങനെ ആയിരിക്കണം? അതൊരു അത്യാവശ്യമാണ്. വർഷങ്ങളായിട്ട് പറയല്ലേ, വർഷങ്ങളായിട്ട് ഇങ്ങനെ ലഘുലേഖയൊക്കെ കൊടുക്കുന്നല്ലോ, നല്ല കാര്യം, നല്ല കാര്യം. അപ്പോൾ എങ്ങനെ ആയിരിക്കണം? ഒരു വാക്യം ഒന്ന് വായിച്ച് എല്ലാം ഇപ്പോൾ എടുക്കാൻ നേരമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. നിർത്തിക്കേ. സുവിശേഷം പറയുന്നവരും അറിയിക്കുന്നവരും ഒക്കെ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കണേ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എവിടെ പോവാ? ബാഗൊക്കെ എടുത്തോണ്ട് എന്തുവാ തപ്പെന്ന്? ഇതിന് വിഘ്നം വരുത്തുന്ന ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് സകലവും പൊറുക്കുന്നു. അതെ, സുവിശേഷം പറയുന്നവരും അറിയിക്കുന്നവരും എല്ലാം പൊറുക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. മനസ്സിലായോ? സ്വന്തം അനിയനോട് മിണ്ടുകയല്ല, രാവിലെ ഇറങ്ങുക തമ്പിയുടെ ഹൃദയമായിട്ട്. എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത്? ഒരു സഭയിലാ കൂടുന്നത്, കയ്യും കൊടുക്കുകയല്ല മിണ്ടുകയല്ല, അവനും ഇറങ്ങുക തകരുന്ന കപ്പൽ. നിന്റെ കാര്യമാണ്. ഭാഷ നോക്കണ്ട, ഞാൻ കൃത്യം നിർത്താം, ഇപ്പം നിർത്താം. പിന്നെ ഇനിയിപ്പോൾ ഒത്തിരി ഇരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പ്രിയരെ, എല്ലാം പൊറുക്കാൻ ഒരു മനസ്സ് വേണം. നിങ്ങളെ ഉപദ്രവിച്ചവർ കാണും, ആക്ഷേപിച്ചവർ കാണും, അയലത്തുകാരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ, ചിലപ്പോൾ ഒരു കൂട്ടായ്മയിൽ നടക്കുന്നവർ ചിലപ്പോൾ ആക്ഷേപിച്ച് പരിഹസിച്ച് കാണും. പക്ഷെ നമ്മൾ പൊറുക്കണം. എന്തിനാ? സുവിശേഷത്തിന് വിഘ്നം വരാതിരിക്കാൻ. ഇതിൽ നിന്ന് ഒത്തിരി കാര്യം പറയാനുണ്ട്. ചിലരുടെ മുഖമൊക്കെ വല്ലാതാകുന്നു. ചിലർ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഓർത്ത് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ എഴുന്നേറ്റ് പോകാത്ത വന്നപ്പോഴേ പലരും പറഞ്ഞ് അയാൾ ബോധമില്ലാത്തവനാ വല്ലതും വിളിച്ച് പറയും. ദൈവത്തെ ഓർത്ത് സഹിക്കുകയല്ലാതെ നിർവാഹമില്ല, കാശിന് വെളിവുള്ളവനല്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മര്യാദയ്ക്ക് ഇരുന്നോണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അതും നല്ലതാ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ആ തത്തീർ എനിക്ക് ഉണവായെന്ന് പറഞ്ഞ പോലെ ഒരു ബോധക്കേടുകാരൻ 3-ാം ദിവസം വന്നതും നല്ലതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അഭിമാനത്തോടെ പറയണം, ദൈവം വിളിച്ചെന്നുള്ള ഉറപ്പിൽ പറയണം,
ദൈവത്തിന് മഹത്വം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയണം. അടുത്ത പോയിന്റ് ഒത്തിരി ഉണ്ട്, അത് പറഞ്ഞങ്ങ് ആ ഭാഗം വിടുക. അടുത്ത പോയിന്റ് എന്താ ഈ സുവിശേഷത്തിൻ്റെ വിശേഷത? ഒത്തിരി വിശേഷതയുണ്ട്, ഒത്തിരിയുണ്ട്. ഞാൻ ഇങ്ങനെ വേദപുസ്തകമൊക്കെ കൂടുതലും വേദപുസ്തകം വായിക്കുന്നു. ഇന്നാണ് ഒരാൾ പറഞ്ഞു ഗൂഗിളിലുണ്ടെന്ന്. എനിക്ക് കയറാനും അറിയാമല്ല, തന്നെയല്ല കയറിയാൽ ഇറങ്ങുകയില്ല, അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ കയറാറില്ല. കയറുന്നവർ ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പം ഞാൻ കൂടെ ഇതിനകത്താണ് കയറുന്നത്. അതിനാ ഇത് നല്ല പച്ചയായ പുൽപ്പുറമല്ലയോ, ഇതിനകത്തോടൊന്ന് കയറിക്കേ. പ്രാണനെ തണുപ്പിക്കും, നീതിവാദികളിൽ നടത്തും, ദൈവത്തിന് മഹത്വം. മരണത്തിൻ്റെ നാടുവരിയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും. ഇതിനകത്തൂടെ ഒന്ന് കയറി ഇറങ്ങിക്കേ. അപ്പം ഞാൻ ഇതിനകത്തൂടെ അവസരം കിട്ടുമ്പോഴെല്ലാം കയറി ഇറങ്ങാം. അപ്പോൾ കയറി ഇറങ്ങുമ്പം സുവിശേഷത്തിൻ്റെ വിശേഷത ഇങ്ങനെ ശാന്തമായിട്ട് നോക്കിയപ്പോൾ ഒരു 22 പോയിന്റ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. 22. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്തെ അയാളിന് 22 പറഞ്ഞേച്ചാൽ നമ്മളെ വിടുവോളെന്നായിരിക്കും ചിന്ത. ഇല്ല, ഇരിപ്പ് കണ്ടിട്ട് 5 പോലും പറയാൻ തോന്നുന്നില്ല. എങ്കിലും കമ്പിവാചകം പോലെ ചില കാര്യം പറയാം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? വായിച്ചേ. 1, ഈ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം ചടികടാന്ന് വായിക്കണേ. റോമാലേഖനം 1:16 സുവിശേഷത്തിന്റെ വിശേഷത. പ്രിയരെ, സുവിശേഷം അവൻ നിന്നെ രക്ഷിക്കും. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. മതി. എന്റെ പ്രിയരേ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. സഹോദരാ, നിന്നെ രക്ഷിക്കും. സഹോദരി, നിന്നെ രക്ഷിക്കും. മാതാവേ, പിതാവേ, നിന്നെ രക്ഷിക്കും. നിന്നെ മാത്രമാണോ നിന്റെ കുടുംബത്തെ രക്ഷിക്കും. കുടുംബത്തെ മാത്രമാണോ നിന്റെ ചേർച്ചക്കാരെ രക്ഷിക്കും. മാത്രമാണോ സകല മനുഷ്യനെയും രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം.